ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് അവർ പരിപാടി ശ്രീ വിനു വി ജോൺ നയിച്ച ആ ചർച്ചയിൽ ഈ തടവുള്ളിയുടെ വേതന വർധന സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അരമണിക്കൂർ കൂടുതൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 8:30 മണി വരെ ഞാൻ ഇരുന്നുള്ളൂ, അരമണിക്കൂറേ ഇരുന്നുള്ളൂ. അതിൽ ശ്രീ അലക്സാണ്ടർ ജേക്കബ്, മുൻ DGP, അദ്ദേഹം ജയിൽ DGP ആയിരുന്നു, അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതിന് ശേഷം സംസാരിച്ചു. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ആൾ, ഞാൻ പറയുന്നത് ഇത്രത്തോളം ഞാൻ ബഹുമാനിക്കുന്ന മറ്റൊരാളെ എനിക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള അത്രത്തോളം ബഹുമാനമുണ്ട് എനിക്ക്. എൻ്റെ ഒരു അടുത്ത ജ്യേഷ്ഠ സുഹൃത്താണെന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹം എന്നെയും കാണുന്നതും. അപ്പോൾ ഞങ്ങൾ പരസ്പരം ആ രീതിയിലുള്ള ഒരു നല്ല ബന്ധമാണ് ഉള്ളത്. കാരണം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് പറയുന്നത് വളരെ വലിയ അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വായിക്കുന്നത് പോലൊന്നും നമുക്ക് ആർക്കും വായിച്ച് തീർക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ചരിത്ര അവബോധം ഇത്രയുള്ള ഒരു മനുഷ്യനെ കാണാൻ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ. അത്രത്തോളം വിവരമുള്ള ഒരാളാണ്. ഞാൻ വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ഒരുപാട് വേദികൾ ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. വളരെ അന്തസ്സായിട്ടുള്ള പെരുമാറ്റമുള്ള ഒരു മനുഷ്യനുമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ന്യൂസ് അവറിലെ ചില പ്രസ്താവനകളിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വിമർശിക്കുകയല്ല, കുറ്റപ്പെടുത്തല്ല. കാരണം അദ്ദേഹം ജയിൽ DGP ആയിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ജയിലെന്നും ആ ജയിൽ തടവ് പുള്ളികളോടെ ഉള്ള പെരുമാറ്റം എങ്ങനെ ആയിരിക്കണമെന്നും എന്താണ് കറക്ഷണൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതും നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലമല്ലല്ലോ ഇപ്പോൾ, അത് ചിന്തിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തടവ് പുള്ളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് എന്നെ അറിയിക്കാറുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന, അതായത് ഇതിൽ ഈ ചർച്ചാ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം പറഞ്ഞതുണ്ടല്ലോ, അതായത് ജയിലിന് ഈ പറയുന്ന ഇവരുടെ ശമ്പള വർധനമൊന്നും പൗരം നമ്മുടെ നിന്ന് മുകളിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യം വരികയില്ല, എല്ലാം അവർ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി ചെയ്യുന്നതാണ്, ആ രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്നത് അത് ശരിയാണ്. ഏതാണ്ട് ഒരു പ്രാവശ്യം ഏതാണ്ട് 16 കോടി രൂപ വരെ കേരളത്തിലെ മൊത്തം ജയിലുകളിലെ കളക്ഷൻ വന്നിട്ടുണ്ട്. ഈ കളക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര എന്നറിയോ വരുന്നത്? ഒരു ജയിലിലെ ഉദ്യോഗസ്ഥന് ഉള്ള സൂപ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് വെളിപ്പെടുത്താൻ ഒക്കത്തില്ല, കാരണം അദ്ദേഹം പിന്നെ എവിടെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ബുദ്ധിമുട്ടും. ഒരു ജയിൽ സൂപ്രണ്ട് എനിക്ക് തന്ന വിവരം, നേരിട്ട് തന്ന ഒരു വിവരമാണ്. ആ ചർച്ചയുടെ സമയത്തും എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അത് കഴിഞ്ഞ് തന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇത് ആ ചർച്ചയിൽ തന്നെ വന്നതാണ്. ഈ 16 കോടി എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലല്ലോ, അതിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് അല്ലേ. അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയെന്നറിയോ? ഒരു 4 വരും. അതായത് 4 കോടി രൂപ ലാഭം വരും. അപ്പം 4 കോടി രൂപ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഈ ശമ്പളം വർധനവിന് അത് പോരെ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇത് എനിക്കിപ്പോൾ കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത്. ഈ 4 കോടി രൂപ, അതായത് ഈ ലാഭം ഉണ്ടല്ലോ, എത്ര ലാഭം ഉണ്ടായാലും അതിൻ്റെ 50% പകുതി ജയിലിൻ്റെ പുനരുദ്ധാരണത്തിന്, അവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾക്കും ജയിൽ നടത്തിപ്പിനുമൊക്കെ വേണ്ടി ജയിലിന് തന്നെ കൊടുക്കണം. അപ്പോൾ 4 കോടി രൂപയിൽ നിന്ന് 2 കോടി രൂപ അങ്ങനെ അങ്ങ് പോയി. പിന്നെ 2 കോടി രൂപ ബാക്കിയുള്ളത് നമ്മൾ നോക്കിക്കൊള്ളണം. അതാ ഉള്ളത്. അത് വേറെ ഒന്നിനും ആണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ജയിലിൻ്റെ എന്നാൽ ഇവർക്ക് അത് കൊടുത്തൂടെ എന്ന് നമുക്ക് തോന്നും. ജയിലിലെ എത്ര ഉദ്യോഗസ്ഥരുണ്ട്? അവരുടെ ശമ്പളം കൊടുക്കാൻ ഈ പൈസ തികയുമോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? അത് ശരിയാണ്. കാരണം ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി, അതുപോലെ ലോ ആൻഡ് ഓർഡർ നോക്കുന്നതും അതുപോലെ തന്നെ ഈ ജയിൽ കറക്ഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതുമൊക്കെ സർക്കാരിൻ്റെ ബാധ്യതയാണ്. ശരിയാണ്. അത് നമ്മുടെ പൈസ ചിലവാക്കി വേണം അതൊക്കെ ചെയ്യാൻ. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ആ ഉദ്യോഗസ്ഥൻ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ യവന്മാർക്ക് ഈ ചാപ്പാട് കൊടുക്കുന്നല്ലോ, അതിൻ്റെ ഒരു വീതം യവന്മാർ ഈ ജോലി ചെയ്യുന്നതിൽ നിന്ന് അതിനൊന്ന് ഒരു ഫീസ് ആക്കിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇവർ നല്ല കാര്യം ചെയ്തിട്ടൊന്നും അല്ലല്ലോ അവിടെ പോയി കിടക്കുന്നേ. ഇവർ കൊള്ളയടിച്ചും
ആളുകളെ കൊന്നും ഒക്കെ തന്നെയാണ് പോയി കിടക്കുന്നവന്മാർക്കാണ് ഇത് കിട്ടുന്നത്, ഈ പൈസ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് അവർക്ക് ആഹാരം കൊടുക്കുന്ന ആഹാരത്തിന് ഒരു ചെറിയ പെർസെൻറ്റേജ് ഇതിൽ നിന്ന് എടുത്താൽ എന്താ തെറ്റ്? ഒരു കുഴപ്പമില്ലല്ലോ. ചാപ്പാട് കാശ് കൊടുത്ത് ചാപ്പാട് കഴിക്കുന്നത് പോലല്ലേ, ബാക്കി ആർക്കും വെറുതെ ഫ്രീ കിട്ടത്തില്ലല്ലോ. ഇനി കഠിനമായ ജോലി ഇവരുടെ എന്താ കഠിനമായ ജോലി എന്ന് നോക്കിയോളൂ. ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കഠിനമായ ജോലി, അല്ലെങ്കിൽ കോഴിക്കറി ഉണ്ടാക്കുന്നത് കഠിനമായ ജോലി. ചപ്പാത്തി ഉണ്ടാക്കുന്നത് മാവ് കുഴയ്ക്കുന്ന പോലും മെഷീനാണ്, ഇത് പരത്തുന്നത് മെഷീനാണ്, ഇത് പറക്കി വേണ്ട അങ്ങോട്ട് വെക്കുന്നതാണ് ഏറ്റവും കഠിനമേറിയ ജോലി. ഈ ജോലിക്ക് ഈ ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും ജോലി, ഈ ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും ജോലി വേറെ നമ്മുടെ നാട്ടിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഒന്നും ഒക്കത്തില്ലല്ലോ. ഇതാണ്. എന്നിട്ട് പറയുന്നത് ഇനി ജയിലുദ്യോഗസ്ഥരൊക്കെ കൊടുക്കാനുള്ള ശമ്പളം പോലും യഥാർത്ഥം ഇവർ കൊടുക്കണ്ടേ? ഇവർക്ക് എന്തിനാ ഇവരെ ഇങ്ങനെ ഇട്ട് ചാപ്പാട് കൊടുക്കുന്നത്, തീറ്റ കൊടുക്കുന്നത്? ഇവനെയൊക്കെ കറക്റ്റ് ചെയ്യാനോ? എളുപ്പമുള്ള കാര്യമാണ് കറക്ഷൻ. ഇനി ഇതുമല്ല. അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ പകുതി ഉണ്ടല്ലോ അവരവർ വീട്ടിൽ കൊടുക്കുക. അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവനല്ലാതെ വേറെ ആരാ ഇലവിന് കൊടുക്കുന്നത്? അവൻ കൊടുക്കണ്ടേ? അതും അവന് കൊടുത്ത പേയ്മെൻ്റായിട്ട് തന്നെ കണക്കാക്കണ്ടേ? അവർക്ക് കിട്ടുന്നതല്ലത് അവരുടെ കുടുംബത്തിന് പോവുകയാണ്. കുടുംബത്തിന് പോകണമല്ലോ. എന്നിട്ട് 30% ഇനി ഈ വിക്ടിംസിൻ്റെ റിഹാബിലിറ്റേഷൻ അവർക്ക് കൊടുക്കണമെന്ന് ഇന്ന് വരെ കൊടുത്തിട്ടില്ല, ഒരു പൈസയും കൊടുത്തിട്ടില്ല. ഇനി ഒട്ട് കൊടുക്കാനും പോകുന്നില്ല. എളുപ്പമുള്ള ചത്തവും ചത്തു, കൊല്ലപ്പെട്ടവൻ കൊല്ലപ്പെട്ടു, അവൻ്റെ കുടുംബത്തിനില്ലാതായി, യവന് സുഖമായിട്ട് അവിടെ പോയി കിടക്കാം. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഒരു സ്കിറ്റ് ഞാൻ കണ്ടു, ഞാൻ ചിരിച്ചു പോയി. രണ്ടുപേരും ഒരു വീട്ടിൽ ചെല്ലുകയാണ്, ജ്യേഷ്ഠനും അനിയനും പിന്നെ ഒരു ദല്ലാളുമായിട്ട് വിവാഹം ആലോചിക്കാൻ ചെന്നതാണ്. ആ പെണ്ണിൻ്റെ സഹോദരന്മാർ രണ്ടുപേരുണ്ട്. അവരുടെ അടുത്ത് വെച്ച് പറഞ്ഞു, ഈ പയ്യൻ ഇവിടെ ജോലി, അത് ഗൾഫിലാണ്. ഗൾഫിൽ എന്താ ജോലി? അത് ഒരു മാളിലാണ്. മാളിൽ എന്താ ജോലി? ഞാൻ ഇത് ട്രോളി ബോയ് ആണ്. വലിയൊരു ജോലി അല്ല. പിന്നെ ശരി. ഇത് മറ്റേ അനിയൻ ഇത് അനിയനായ അനിയനിപ്പോൾ എന്താ ജോലി? അപ്പോൾ ഈ ദല്ലാൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അവനിപ്പോൾ പരോളിലാണ്, ജയിലിൽ കിടക്കുക, അവിടെ നിന്ന് വന്നേക്കുക, ആരെയും ഒരു തന്നെ കൊല്ലാൻ പോയി. അങ്ങനെ ഇനി 6 വർഷം കൂടെ ശിക്ഷയുണ്ട്. അപ്പം അത് ശരി എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരന്മാർ രണ്ടും ഒന്നിരിക്കണേന്ന് പറഞ്ഞ് അങ്ങ് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ ദല്ലാളിൻ്റെ അടുത്ത് ഈ ജ്യേഷ്ഠൻ ചോദിച്ചു, നിങ്ങളെന്തിനീ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ പോയത്, ഈ ശിക്ഷയുടെ കാര്യം പറയാൻ പോയത് അവൻ്റെ അടുത്ത്? അത് മോശമല്ലേ? അവർ ഈ ഒറ്റ കാരണം കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറത്തില്ലേ? കുറച്ച് കഴിഞ്ഞ് മറ്റൊരു കയറി വന്നു. കയറി വന്നിട്ട് അവർ പറഞ്ഞു, ഇതേ നമുക്ക് ഈ ആലവനെ അനിയനാക്കിയാലോ? കാരണം അയാൾക്കൊന്നുമില്ല, ഇനി 6 വർഷം കൂടെ ഉണ്ടല്ലോ, നല്ല ശമ്പളമുണ്ട്, പിന്നെ ഈ 6 വർഷം കഴിയുമ്പോൾ നല്ലൊരു തുകയായിട്ട് ജയിലിൽ നിന്ന് വരികയും ചെയ്യാം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പരോളും കിട്ടും, പ്രശ്നമില്ല, അവന് നമുക്കത് മതി, ഈ ജ്യേഷ്ഠം വേണ്ട എന്ന് പറഞ്ഞ് ഈ ഒരു ചിന്താഗതി പോലും ആൾക്ക് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഇതിങ്ങനെ സംഭവിക്കാമെന്നല്ല ഞാൻ പറഞ്ഞു, ഒരു തമാശയാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അത് ഞാൻ ചിരിച്ചു പോയെങ്കിൽ പോലും ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം അത് ഒളിഞ്ഞിടപ്പുണ്ട്. ഇതിപ്പോൾ ഒരുപാട് പേര് ഇനി വേറെ ഞാൻ കേട്ടത് എന്താണെന്ന് അറിയാം, കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു കാര്യം എൻ്റെ അടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ, ജയിൽ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞേക്കുന്നത്. അത് ഈ പറയുന്ന വലിയ പുള്ളികൾ അവിടെ കിടപ്പുണ്ട്, അവന്മാർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവന്മാരാണ്. അവന്മാരാരും ആ മുറിയിൽ നിന്ന് വെളിയിറങ്ങാറില്ല, മുറിയിലിരിക്കും. അവന്മാർ ഈ ജോലി ചെയ്തതായിട്ട് കാണുന്ന ഒപ്പിടുന്നത് പോലും ഉണ്ടല്ലോ, അതിന് ആളിനെ അയക്കും അവൻ. കാരണം അവന്മാർ തമ്പുരാക്കന്മാരാ, അങ്ങനെയുള്ളവനാണ് ഈ കാശ് കൊടുക്കുന്നത്. അതാ കയ്യെ ചരട് കെട്ടിയതിന് വഴക്ക് പറഞ്ഞപ്പം അത് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പം നിന്നെ നിൻ്റെ കുടുംബത്തെ റെഡിയാക്കും എന്ന് പറഞ്ഞവനാണ് കൊന്നു കളയുന്നു പറഞ്ഞു. ഇങ്ങനെയുള്ളവന്മാർ അവിടെ മുറിയിൽ ഇരിക്കത്തേ ഉള്ളൂ. അവന്മാരൊന്നും അനങ്ങത്തില്ല, കാരണം അവർ വലിയ ആളുകളാണ്. യവന്മാർക്കാണ് ഈ കാശ് കൊടുക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ അത്. എന്നിട്ട് പറയാം നമുക്കിടെ നികുതി പണം അല്ല എന്ന്. ഞാൻ ഇത് പറയാൻ കാര്യം എന്താ അറിയാം, എനിക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഇങ്ങനൊരു ഉണ്ട്, ഇനി സാറിൻ്റെ അടുത്ത് ചോദിച്ചാലേ അതിൻ്റെ കാര്യം അറിയാൻ പോകും. അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ നിന്നല്ല കാശ്, അവരെ ഇതിൽ നിന്ന് അവരുണ്ടാക്കുന്ന വരുമാനമാണ് അവർക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇതാണ് അതിൻ്റെ കാരണം, ഈ കാര്യം ഇത് അങ്ങനെ എത്ര പേരുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇനി ഇത് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജേക്കബ് സാർ
നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരിക്കലും വിരോധം വരരുത്. ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തതല്ല. അങ്ങയുടെ കാലത്ത് നല്ല അന്തസ്സായിട്ടാണ് അത് നടന്നത്, എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ കാലം അതല്ല. ഇന്ന് ഗോവിന്ദച്ചാമിമാരുടെ കാലമാണ്. അവനൊക്കെ തിന്നു കൊഴുത്ത് ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു വലിയ തുക ബാങ്ക് ബാലൻസുമായിട്ട് അവന് പോവാം. അതാണ് കാര്യം. അപ്പം ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം, മനസ്സിലാക്കണം, പ്രായോഗികമായി ചിന്തിക്കണം. അതുകൊണ്ട് ഞാനിത് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവന്മാർക്ക് ഈ ശമ്പളം കൊടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്തു കൊടുത്തോളൂ. അതിൽ നിന്ന് അവന്മാർക്ക് ചാപ്പാട് കൊടുത്തതിൻ്റെ കാശ് അതിൽ നിന്ന് ഈടാക്കണം. അത് വേണം, മര്യാദയല്ലേ? അല്ലാതെ ഇവന് ഇതുപോലെ വല്ലവനെയും കൊന്നിട്ട് പോയി കിടക്കുന്നവന് ഫ്രീ ചാപ്പാട് കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജോലി ഉണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് അവൻ്റെ ചാപ്പാടിനുള്ള കാശ് അതിൽ നിന്ന് പിടിക്കണം. അതാ വേണ്ടത്. ഇവന് ഫ്രീ ചികിത്സയാണ് കിട്ടുന്നത്. ആ ചികിത്സയുടെ പണം, മരുന്നിൻ്റെ പണം, അതൊക്കെ അതിൽ നിന്ന് എടുക്കണം. പിന്നെ ബാക്കി വീട്ടിൽ അയച്ചു കൊടുക്കുന്നത് അതിപ്പോൾ പാർട്ടിക്കാർ കൊടുക്കുന്നതിന് പകരം ഇതിൽ നിന്ന് പിടിച്ച് പകുതി കൊടുക്കുന്നതാണെന്നുള്ളത് കൊടുത്തോളൂ. പകുതി, അതിന് നമുക്ക് വിരോധമൊന്നുമില്ല, അത് കൊടുക്കാം. കാരണം പാർട്ടിക്കാർക്ക് കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമല്ലോ, അതാണ് കാര്യം. ഇത് ഇനിയിപ്പോൾ ഇത്രയും കൊലയാളി രാഷ്ട്രീയമൊന്നും ആളുകൾ ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ കൊലയാളി വർഗ്ഗം ഇതൊന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു ജോലിയും ഇല്ലാതെ കറങ്ങിടക്കുന്നവരുണ്ട്. ചെറുപ്പക്കാർ, അഭ്യസവിധരായവർ, അവരെല്ലാം ഈ നാട് വിട്ടു പോവുകയാണ്. കാര്യം എന്താ? ഇവിടെ ജീവിക്കാൻ മാർഗമില്ല, ഒരു തൊഴിലും കിട്ടത്തില്ല. പക്ഷേ യുവന്മാർക്ക് സസുഖം ഇവർ വാഴുകയാണ്. അങ്ങനെ വാഴാനുള്ള ഇടമല്ല ജയില്. അത് യഥാർത്ഥത്തിൽ ഒരു ശിക്ഷയാണെന്നും ഒരു കറക്ഷണൽ ട്രീറ്റ്മെൻ്റ് ആണെന്നും അവർ കണക്കാക്കണം. ആ കറക്ഷൻ വരുത്തുന്ന പരിപാടിയാണ് വേണ്ടി. അതിന് ഇവന് ശമ്പളം കൂട്ടി കൊടുക്കല്ല വേണ്ടത്. ഈ വർധനയുണ്ടല്ലോ, ഗവൺമെൻറ് ഈ വർധന പിൻവലിക്കണം. മര്യാദയ്ക്കുള്ള ഒരു വർധന, ന്യായമായ ഒരു വർധന കൊടുക്കണം. ജയിലിലെ DGPയുടെ റെക്കമെൻഡേഷൻ 350 രൂപ ആയിരുന്നത് ആണ് ഈ 620 രൂപയായിട്ട് എടുത്ത് വെട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരുത്തി 620 ആക്കിയത്. അത് തെറ്റാണ്, അത് കുറയ്ക്കണം. അത് ഈ പൗരന്മാരുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്ന വലിയ ഭാരമാണ്. ഇവർ ചപ്പാത്തി ഉണ്ടാക്കിയൊന്നും അതിൽ നിന്നൊന്നും കിട്ടത്തില്ല. ഇതൊന്നും ഗവൺമെൻറ്റിന് കിട്ടുന്നതല്ല. വളരെ വളരെ ചെറിയ ഒരു വിഹിതമാണ് അതിൽ നിന്ന് ഗവൺമെൻറ്റിന് വരുന്നത്. അതൊന്നും ഇതിനൊന്നും തികയത്തില്ല. അതുകൊണ്ട് ഈ വർധന എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. അതാണ് ചെയ്യേണ്ടത്.